ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സന്ധ്യാവേള കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു ഓടുവാനായിട്ട് കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ മിനിസ്ട്രി ഓഫ് ജീസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നിലയിൽ ആ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും എത്ര വ്യത്യസ്തത ഉള്ളതാണെന്ന് നമുക്ക് ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ ജീവിതത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിന് ഒരുപാട് പ്രചോദനമായി മാറും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്താനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നമ്മുടെ സഹോദരിമാരൊക്കെ ഇനി വരാനായിട്ടുണ്ട്. അവർ വരട്ടെ. നമുക്കതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. പ്രിയ ആനി ബെന്യാൻറ്റി ഓപ്പണിംഗ് പ്രെയർ ചെയ്ത് നമ്മുടെ ക്ലാസ് ആരംഭിക്കും. ഇന്ന് സാറാമ്മ തോമസ് ആൻറ്റി, ഉഷാൻറ്റി ക്ലോസിംഗ് പ്രെയർ ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇപ്പൊ ആനിയാൻറ്റി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കും. ക്രിസ്തുവേശ്വരങ്ങളിൽ ആശ്രയിക്കുന്ന സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഈ നിലയില ഈ മീഡിയയിൽ കൂടി അവിടുത്തെ സ്ഥലത്തിലേക്ക് കടന്നു വരുവാനും, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ബൈബിൾ സ്റ്റഡിയോടനുബന്ധിച്ച് ഈ നിലയിൽ ഒന്നിച്ചു കൂടുവാനായിട്ട് ഈ വയ്യാറായ സമയത്ത് ഇടയാക്കി തന്നതായ ഈ നല്ല കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലയിടത്തും പല ക്ലൈമറ്റിലാ കർത്താവെ ഞങ്ങൾ കഴിയുന്നത്, എങ്കിലും യാതൊരു തടസ്സവും കൂടാതെ കർത്താവെ, ആദ്യം മുതൽ അവസാന നിമിഷം വരെയും അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നേരിടാവുന്ന കർത്താവെ തടസ്സങ്ങളൊക്കെ മാറ്റി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഴയുടെ തടസ്സമുള്ളവർക്ക് കർത്താവ് നെറ്റിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം, അതിൽ നിന്നൊക്കെ വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി കൂട്ടി വരാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരൊക്കെയും എത്ര വേഗം കർത്താവെ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ മുൻപാകെ കർത്താവെ അത് കേൾക്കാനും ഞങ്ങൾക്ക് ഇടയാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന പ്രിയാസനും ജാങ്കളുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മകളെ അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവ് വിശുദ്ധാത്മാ നിറവിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടതായ പറഞ്ഞു തരുവാനുള്ള എല്ലാ ദൈവിക കൃപ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഞങ്ങളൊക്കെയും വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ കർത്താവെ ഇത് സംബന്ധിപ്പാൻ ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഞങ്ങളെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണം. കർത്താവെ, പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. കർത്താവ്, ദൈവ സാന്നിധ്യത്തിലും കർത്താവ് ഞങ്ങളെ നിറച്ച് ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഏറ്റവും അധികം അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഒരു പ്രാവശ്യം അവിടുത്തെ കടലിൽ പരിമേൽപ്പിക്കുന്നു. എത്രയും വേഗം പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരുവാനും ഞങ്ങൾക്ക് അടുത്ത ഒരു മണിക്കൂറോളം കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുത്തെ കടലിൽ പരിമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. എന്നോട് കേൾക്കുമാറാകണമേ. സഹോദരി ജിൻസി ഒരു ഗാനം ആരംഭിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് ഒന്നിച്ചു പാടാം. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപ പെരും നദിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ അഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ അഭയം വന്നിടുമോ പിന്നെ ഭയം, തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീതിയും, തള്ളിടുമോ തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ
നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദ കൃപ പേരും നദിയെ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പരിചിതമായ ഒരു ഗാനം ആണ് നമ്മൾ കേട്ടത്. അതോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്നുള്ള സമയങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു താല്പര്യത്തോടു കൂടെ നമുക്കിവിടെ ആയിരിക്കാം. ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു, ഈ ഡാർലിയാന്റെയും നമ്മുടെ മേരിയസ് ജോർജാന്റെയും ഒക്കെ സോദരിയിൽ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ കാലം മുതൽ അവർ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ 4-5 വർഷമായത് ദൈവവചനം പഠിക്കാൻ തുടങ്ങിയത്. അത്ര സബ്ജക്റ്റ് അവർ കവർ ചെയ്യാമെന്നറിയാം. അങ്ങനെയാണെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരത്ര ക്ലാസ്സുകൾ ഇവിടെ എടുക്കേണ്ടവരാണെന്നൊന്നും ചിന്തിച്ചു നോക്കിയേ, അല്ലേ? ഇങ്ങനെ ഒന്നും പഠിച്ചോണ്ടിരുന്നാ മതിയോ? പോരാ. അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം, അല്ലേ? അപ്പോ ചാർലിയാൻ്റെ ഏറെക്കുറെ ക്യാരക്ടർ സ്റ്റഡി ഒക്കെ ഇപ്പൊ 2-3 പ്രാവശ്യമൊക്കെ എടുത്തു. വളരെ മനോഹരമായ ക്ലാസ്സുകളായിരുന്നു. ഇപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഡാർലിയാൻ്റെയുടെ പല മെസ്സേജുകളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള ദൈവവചന പഠനത്തിന്റെ ആ ഒരു അതിനൊത്തിരി വില കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. മേരിയസ് ജോർജാന്റി ഒട്ടും മോശമല്ല, പക്ഷെ ക്യാരക്ടർ സ്റ്റഡി ഒക്കെ എടുക്കണം. ഇതുപോലൊക്കെ കൊച്ചു കൊച്ചു സ്റ്റഡീസ് ഒക്കെ എടുക്കണം. ഇവിടെ യൂത്ത്സിന്റെ നല്ല പ്രവർത്തനമുണ്ട്. നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അവർക്കൊക്കെ പ്രയോജനപ്പെടണം. അതിനൊക്കെയാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോഴെല്ലാവരും വരണം. ഉഷാന്റി ഓൾറെഡി നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സുനിജ തുടർന്നുള്ള സെഷൻ എടുക്കും. പ്രിയ സഹോദരി അതിനായിട്ട് ക്ഷണിക്കും. കേക്കാമോ? കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിവസവും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്നൊന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഒരു ദിവസം. ഓക്കെ. എവിടത്തെ ഒരു ദിവസമായിരുന്നു? ഓക്കെ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മള് അസൈൻമെന്റ് ചിലരൊക്കെ എഴുതി അയച്ചു. എല്ലാവർക്കും വളരെ നന്ദി. എല്ലാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചിലരൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തെന്ന് മനസ്സിലാകുവാനായിട്ട് സാധിച്ചു. മേരിയസ് ആന്റിയുടെ അസൈൻമെന്റ് കണ്ടപ്പം എനിക്ക് എന്തോ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു അസൈൻമെന്റ് ഒക്കെ എഴുതാന്നൊക്കെ വെച്ചാൽ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. എന്നാലും ദൈവം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്ത് ദൈവം വെച്ചിരിക്കുന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ കാണുമ്പോൾ എനിക്കും ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റി. ദൈവം ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മള് ഈ സബ്ജക്റ്റിലൂടെ നിങ്ങൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാം. ദൈവം നാം ഓരോരുത്തർക്കും ധാരാളമായിട്ടുള്ള കൃപകൾ നൽകി തരുമാറാകട്ടെ. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഇന്നും ക്ലാസ്സുകൾ നമുക്ക് തുടരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡേ ഇൻ കഫർനഹൂമിൽ യേശുക്രിസ്തു ആയിരുന്നപ്പോൾ തന്റെ ഒരു ദിവസം എങ്ങനെയാണ് ചിലവിട്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇന്നും നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മിനിസ്ട്രിയിൽ യേശുക്രിസ്തുവിന്റെ സേയിങ്സും ഡൂയിങ്സും ആണ് കൂടുതലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പറഞ്ഞതിനെ കുറിച്ച് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിത് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഓരോ സ്ഥലത്തിലും ഓരോ എങ്ങനെയാണ് യേശുക്രിസ്തു പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഫർനഹൂമിൽ പോയി എന്ന് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ അതിനുശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. യോഹന്നാൻ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ വാക്യത്തിൽ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോയി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കഫർനഹൂമിൽ നിന്ന് യെരുശലേമിലേക്ക് എന്തിനാണ് യേശുക്രിസ്തു പോയതെന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ അവർക്ക് പെസഹ പെരുന്നാളായിരുന്നു. പെസഹ പെരുന്നാൾ ആയതുകൊണ്ട് യേശുക്രിസ്തു അവിടെ പോയെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഭക്തിയുള്ള പുരുഷന്മാർ വർഷത്തിൽ 3 ഉത്സവങ്ങളിലെങ്കിലും യെരുശലേം ദേവാലയത്തിൽ ചെന്നിരിക്കണം. അത് കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവും തന്റെ മിനിസ്ട്രി പ്രവർത്തന സമയത്ത് ഈ പാസ് ഓവർ ടൈമില് യെരുശലേമിലേക്ക് ചെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യെരുശലേമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ കാര്യം നമുക്ക് 14 മുതൽ 16-ാമത്തെ വാക്യം വരെ കാണുവാനായിട്ട് സാധിക്കും. എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 2-ാം അധ്യായം 14 മുതൽ 16-ാമത്തെ വാക്യം വരെ അവിടെ എന്തുവാ കാണുന്നത്? ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണം. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ദേവാലയ ശുദ്ധീകരണം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ ശുദ്ധീകരിച്ചെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് കോപം വന്നെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, അല്ലെ? ദേഷ്യത്തിലാണ് അവിടെ ഉള്ള എല്ലാ ഈ വ്യാപാരികളെയൊക്കെ പുറത്താക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു കോപിച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പം കോപിക്കുന്നത് പാപം തെറ്റാണോ തെറ്റല്ലയോ? ആവശ്യമില്ലാതെ കോപിക്കുന്നത് പാപം. ആവശ്യത്തിൽ കോപിക്കാം. ഓക്കെ, ആവശ്യം എന്ന് പറയുന്നത് എന്താണ് ആവശ്യം? ന്യായമായ രീതിയിൽ. ഓക്കെ, അപ്പം യാക്കോബ് 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. പെട്ടെന്ന് എടുക്കണമെങ്കിൽ വായിക്കും. യാക്കോബ് 1:20. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പം ദൈവം കോപിച്ചെന്ന് നമ്മള് പഴയ നിയമത്തിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. പക്ഷെ മനുഷ്യരുടെ കോപം, നമ്മൾ ചിലപ്പോൾ കോപം ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നവരായി തീരും. പക്ഷെ നമ്മള് ചിലപ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ വരും നമ്മളുടെ ഇടയിൽ. നമ്മൾ പലപ്പോഴും ഒത്തിരി ദേഷ്യപ്പെടുന്നവരാണ്. ദേഷ്യപ്പെടുന്നവരും ദേഷ്യത്തിലൂടെ പല വാക്കുകൾ സംസാരിക്കുന്നവരുമാണ്. എന്നാൽ കർത്താവിന്റെ വചനത്തിന് വേണ്ടി എരിവുള്ളവരായി തീരണം. ഇവിടെ യേശുക്രിസ്തു തന്റെ പ്രവർത്തന സമയത്തിൽ ദേഷ്യത്തോടെ ഈ ദേവാലയത്തിൽ വന്നപ്പോൾ അത് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവായിരുന്നു യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്. അപ്പോൾ നാം കർത്താവിന്റെ വേലയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് എരിവുള്ളവരായി തീരണം. എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വചനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന അത് കണ്ടിട്ട് മാത്രം നമ്മൾ ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ദേഷ്യം പോയി അവരോട് പ്രകടിപ്പിക്കണമെന്നല്ല, എന്നാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എരിവുള്ളവരായി തീരണം എന്നും കൂടെയാണ് ഈ ഇൻസിഡന്റിലൂടെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ യെരുശലേം ദേവാലയത്തിൽ ആയിരുന്ന സമയത്ത് 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അവിടെ യെരുശലേം ദേവാലയത്തിൽ അത് ഉത്സവകാലമായിരുന്നു. ഒരുപക്ഷെ അവരുടെ ഫ്രണ്ട്സും കസിൻസും ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ദൈവം അയച്ചതായ ദൈവത്തിന്റെ ഹിതത്തെ മറക്കാതെ ക്രിസ്തു അവിടെ പ്രവർത്തിച്ചത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പല അത്ഭുതങ്ങൾ ചെയ്തു. അടയാളങ്ങളൊക്കെ അവിടെ ചെയ്തത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ യേശുക്രിസ്തു അവിടെ ഒരു ഒരു ഇതില് പോലും ദൈവം ഏൽപ്പിച്ചിരുന്ന പ്രവർത്തനം അവിടെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. തന്റെ പ്രവർത്തന സമയത്തിൽ
ഇവിടെ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് പലരും വിശ്വസിച്ചെന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. എന്നാൽ തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവോ എല്ലാവരുടെ ഹൃദയം അറിയുന്നത് കൊണ്ട് അവര് എങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരാണോ ഇല്ലയോ എന്ന് അറിയുന്നത് കൊണ്ട് ആരുടെ അടുത്തും കൂടുതലായിട്ട് ചേർന്നില്ലെന്ന് നമുക്ക് തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നും യേശുക്രിസ്തുവിന്റെ അടയാളങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ പിന്നാലെ ചെന്ന പലരും ആ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്ന് നമ്മള് ഇന്നത്തെ പ്രോസ്പെരിറ്റി ഗോസ്പൽസ്, ഇങ്ങനത്തെ ഗോസ്പൽസ് ഒക്കെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ യേശുവിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും, നിങ്ങൾക്ക് ആശീർവാദം ലഭിക്കും, നിങ്ങളുടെ അസുഖങ്ങൾക്കൊക്കെ കുറവ് ലഭിക്കും എന്നൊക്കെ പല രീതിയിൽ പ്രസംഗിക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽസ് നമ്മുടെ ഇടയിലുണ്ട്. ഇന്നും നമ്മുടെ ഇടയിൽ, നമ്മുടെ ബ്രദറുകാരുടെ ഇടയിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഞാൻ ദൈവത്തിൽ വന്നുകൊണ്ട് ദൈവം എന്നെ ഇങ്ങനത്തെ രീതിയിൽ ഭൗതികമായിട്ട് ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ അനുഗ്രഹവും ഇതൊക്കെ എനിക്ക് ദൈവമാണ് തന്ന, ദൈവത്തിൽ വന്നുകൊണ്ടാണ്, ഇതിന് മാത്രം സെൽഫിഷ് ആയിട്ട് ദൈവത്തെ അനുഗമിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ടല്ലേ. ഒരു പ്രാവശ്യം ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഉള്ള ടീച്ചറിന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, പോകാതിരിക്കാനായിട്ട് വിശ്വസിക്കണമെന്ന്. അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചത്, അപ്പൊ നീ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മയോട് അവൻ ചോദിക്കുക, നീ നരകത്തിൽ പോകാതെ സെൽഫിഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ദൈവത്തെ വിശ്വസിക്കുന്നതെന്ന്. തിരിച്ച് ആ ഒരു 13 വയസ്സുകാരൻ ആ ചെറുക്കന് ചോദിക്കാനായിട്ട് ഇടയായി. ഇന്ന് പലപ്പോഴും നമ്മുടെ സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നാം ദൈവത്തെ തേടുന്നവരാണ് നമ്മളുടെ ഇടയിൽ പലരും. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചവനും ദൈവം നമുക്ക് വേണ്ടിയിട്ട് വൻ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ആത്മാവിന് വില നൽകിയ ദൈവത്തെ എങ്ങനെയാണ് നാം തേടുന്നത്? ഇവിടെ യേശുക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ അത്ഭുതം കണ്ട് മാത്രം യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയ പലരും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നാം അത്ഭുതങ്ങളെ മാത്രമല്ല, യേശുക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞ് അവന് വേണ്ടിയിട്ട് അവനെ പിന്തുടരുവാനായിട്ട് ദൈവം നാം ഓരോരുത്തർക്കും കൃപ തരുമാറാകട്ടെ. ഇവിടെ ഈ 2-ാം വാക്യത്തിൽ യെരുശലേമിൽ പോയി ഈ അടയാളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇൻസിഡന്റ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ ഒരു വ്യക്തിനെ കാണുവാൻ സാധിക്കാതെ, ആരാണ്? 3-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, യോഹന്നാൻ 3-ാം അധ്യായത്തില് നിക്കോദോമസിനെ കുറിച്ച് നമുക്കറിയാം. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന ഒരു വ്യക്തിയാണ്. ഈ നിക്കോദോമസിനെ കുറിച്ച് പറയുമ്പോൾ, നിക്കോദോമസ് യെരുശലേമിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫാരിസി ആയിരുന്നു, പരീശന്മാരിൽ ഒരാളും. അവരൊരു ഗ്രൂപ്പ്, അതായത് വചനം പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് അന്നത്തെ കാലത്തിൽ ചബൂറ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചബൂറ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെപ്പറേറ്റഡ് വൺസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ നിക്കോദോമസ്. അപ്പോൾ ഈ നിക്കോദോമസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സെനഹദ്രീൻ സഭയിലെ ഒരു അംഗമായിരുന്നു. ഈ സെനഹദ്രീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ സുപ്രീം കോർട്ടൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു കോർട്ടാണ്. അവരുടെ ആത്മീയമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവിടെ ഒരു അംഗമായിരുന്നു ഈ നിക്കോദോമസും. അപ്പോൾ നിക്കോദോമസിനെ കുറിച്ച് യേശുക്രിസ്തു തന്നെ പറയുകയാണ്, നീ ഉപദേഷ്ടാവായിരുന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലയോ എന്ന് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിക്കോദോമസിനോട് സംസാരിച്ച് ക്രിസ്തു പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തു. ഇന്ന് നമ്മൾ 2 പേഴ്സണൽ ഇവാഞ്ചലിസത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നിക്കോദോമസിനെ കുറിച്ച് നമ്മൾ കാണുവാനായിട്ട് കഴിയും. ഇത് കോണ്ടെക്സ്റ്റൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവം യേശുക്രിസ്തു വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തത് കാണുവാൻ സാധിക്കും. നിക്കോദോമസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ദൈവം വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുത്തത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യെരുശലേമിലായിരുന്ന സമയത്ത് നിക്കോദോമസിനോട് വളരെയധികം ഗോസ്പൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം യെരുശലേമിൽ നിന്ന് യൂദയാവിലേക്ക് ക്രിസ്തു വന്നെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഗലീലയിലേക്ക് പോകുന്ന വഴിയില് അവിടെ മറ്റൊരു ഇൻസിഡന്റിന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 4-ാം അധ്യായത്തിലോട്ട് നമുക്ക് വരാം. 3-ാം അധ്യായത്തില് നിക്കോദോമസിനോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് സ്നാപക യോഹന്നാന്റെ അവസാനത്തെ ഒരു സ്പീച്ചും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ഹെരോദ്യാവ് സ്നാപക യോഹന്നാനെ ജയിലിലിടുകയും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു അവിടെ നിന്ന് വരികയാണ്. 4-ാം അധ്യായത്തിലോട്ട് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ 4-ാം അധ്യായം. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഇവിടെ നമ്മള് യേശുക്രിസ്തു പരീശന്മാര് കേട്ടു. യേശുക്രിസ്തു സ്നാപക യോഹന്നാന്റെ കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പരീശന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ അവര് പിടിച്ച് വീണ്ടും ജയിലിലോട്ട് അടയ്ക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അത് കേട്ട ഉടനെ തന്നെ ഗലീലയിലേക്ക് പോയെന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നു. അവിടെ അത് അറിഞ്ഞപ്പോൾ ക്രിസ്തു ഗലീലയിലേക്ക് പോയെന്നാണ് നമ്മൾ ആ വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഗലീലയിലേക്ക് പോകുമ്പോൾ സമരിയയിൽ കൂടെയാണ് പോയെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. KJV ഇങ്ങനെ ഒരു വാക്യം നമ്മുടെ കാണുവാൻ സാധിക്കും. അതിനോട് നമുക്ക് വരാം. സമരിയയില് ആ വാക്യം 4-ാമത്തെ വാക്യം, he must needs to go through Samaria എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പല അത്ഭുത അടയാളങ്ങളിലൊക്കെ ചെയ്ത് യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന സമയത്ത് യഹൂദന്മാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യഹൂദന്മാർക്ക് ഈ സമരിയക്കാരെ ഇഷ്ടമില്ല. അപ്പൊ സമരിയക്കാരെ കുറിച്ച് നമ്മൾ പല പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ സമരിയയിലോട്ട് വരുന്ന ആ സമയത്ത് യാതൊരു യഹൂദനും ഈ സമരിയയിലോട്ട് വന്ന് വരികയോ സമരിയക്കാരുമായിട്ട് യാതൊരു ബന്ധം പുലർത്താത്ത ഒരു അനുഭവമാണ് ഈ യഹൂദന്മാരുടെ ഇടയിലുള്ളത്. യഹൂദന്മാർ ഇങ്ങനെയാണ് ഈ സമരിയക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: ദൈവത്താൽ ഫോർഷേക്കനായിട്ട്, ദൈവത്താൽ കൈവെടിയപ്പെട്ടവരാണ് ഈ സമരിയക്കാരെന്നാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെട്ടെന്ന് പോകുന്ന ആ റോട്ടിൽ കൂടെ ചുറ്റി പോകുന്ന വഴി കൂടെ പോകുന്നവരായിരുന്നു ഈ യഹൂദക്കാർ. അപ്പോൾ ഈ KJV നമ്മൾ നോക്കുമ്പോൾ ഹി മസ്റ്റ് നീഡ്സ് ടു ഗോ എന്ന് പറയുമ്പോൾ, മസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയേ തീരൂ, അർജന്റ് ആയിട്ട് പോയി തന്നെ തീരൂ എന്ന് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും മസ്റ്റ്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മള് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 2-3 കാര്യങ്ങൾ മസ്റ്റ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം ഇവിടെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ മസ്റ്റ് നീഡ്സ് ടു ഗോ ത്രൂ സമരിയ എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അർജന്റ് ആയിട്ട് യേശുക്രിസ്തുവിന് അതുവഴി പോകേണ്ടി തന്നെ വന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ ലൂക്കോസ് 24-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹി മസ്റ്റ് സഫർ, ഹി മസ്റ്റ് എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ഈ സഫർ മസ്റ്റായിട്ട് അനുഭവിച്ചേ തീരുള്ളൂ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും യോഹന്നാൻ 20-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഹി മസ്റ്റ് റൈസ് അഗൈൻ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റേ തീരൂ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ യോഹന്നാൻ 20:9. ലൂക്കോസ് ഏതാ പറഞ്ഞേ? ലൂക്കോസ് രണ്ടാമത്തെ ലൂക്കോസ് 24:7 ഹി മസ്റ്റ് സഫർ. ആദ്യത്തേതോ?
ആദ്യത്തെ നമ്മള് യോഹന്നാൻ 4:4 നമ്മൾ കണ്ടല്ലോ. യോഹന്നാൻ 4-ാമത്തെ വാക്യം, ഹി മസ്റ്റ് നീഡ്സ് ടു ഗോ ത്രൂ സമരിയ. യേശുക്രിസ്തു മലയാളത്തിൽ നമ്മൾ അത് അത്രയും സ്പെസിഫിക് ആയിട്ട് കാണുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ആ മസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത്. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഹി മസ്റ്റ്, അതേ ആ വാക്ക് തന്നെ KJV-ല് ലൂക്കോസ് 24-ാമത്തെയും 7-ാമത്തെ വാക്യത്തിൽ ഹി മസ്റ്റ് സഫർ. യേശുക്രിസ്തു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടം അനുഭവിച്ചേ തീരൂ, കഷ്ടം അനുഭവിക്കണം എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. യോഹന്നാൻ 20-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഹി മസ്റ്റ് റൈസ് അഗെയിൻ അവിടെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്ക് വേണം, ഉയർത്തെഴുന്നേക്കും എന്ന് നമുക്ക് ആ അർത്ഥമാക്കുന്ന വാക്കും കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ലൂക്കോസ് 24:26 ഹി മസ്റ്റ് എൻറ്റർ ഇൻ ടു ഹിസ് ഗ്ലോറി. മഹത്വത്തിലേക്ക് യേശുക്രിസ്തു പോയേ തീരൂ എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അവസാനം പറഞ്ഞത് ലൂക്കോസ് 24:26. അപ്പോൾ യേശുക്രിസ്തു മസ്റ്റ് ആയിട്ട് സമരിയയിൽ കൂടെ തന്നെ പോയി എന്ന് നമുക്ക് അവിടെ കാണുമ്പോൾ, എന്തുകൊണ്ടാണ് ഇവിടെ മസ്റ്റ് അവിടെ സമരിയയിൽ കൂടെ തന്നെ പോകണം എന്ന് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു അർജന്റായിട്ട് ഈ സമരിയയിൽ കൂടെ പോയത് യോർദാൻ നദിയിലൂടെ, ആ നദിയോരത്തിലൂടെ പോകുമ്പോൾ ഹെരോദിന്റെ ടെറിട്ടറിയിലൂടെയാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ യേശുക്രിസ്തു സമരിയയിലൂടെ വരാതെ യോർദാൻ നദിക്കരോരം പോയി ഗലിലയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഹെരോദ്യാവ് യേശുക്രിസ്തുവിനെ പിടിച്ച് ജയിലിലിടാൻ സാധ്യത ഉണ്ടെന്നാണ് ചില വേദപണ്ഡിതന്മാര് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തുകൊണ്ടാണ് സമരിയയിലൂടെ യേശുക്രിസ്തു പോയെന്ന് ചില കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു സമരിയയിൽ വരാതെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഹെരോദ്യാവ് യേശുക്രിസ്തുവിനെ പിടിച്ച് ജയിലിലിടാൻ സാധ്യത ഉണ്ടെന്നും പറയപ്പെടുന്നു. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു സമരിയയിലൂടെ വന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ, സമരിയയിലൂടെ ഗലീലയിലേക്ക് പോകുന്നതാണ് ഏറ്റവും എളുപ്പം. നമ്മളിങ്ങനെ ചുറ്റി വരുന്നതിനും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു പോയെന്നും പറയപ്പെടുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അത് റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു താൻ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സമരിയയിലേക്ക് പോയെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമരിയയിൽ ചെന്ന് യേശുക്രിസ്തു അവിടെ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു, സമരിയക്കാരത്തിനോട് സുവിശേഷം പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവളിലൂടെ അനേകർ കർത്താവിലോട്ട് വന്നതും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റില്ലേ, ഈ സമരിയയിൽ കൂടെ പോകുമ്പോഴത്തെ കാര്യം പറഞ്ഞില്ലേ, അത് അവിടെ ഒന്നുകൂടെ പറയാമോ? ഓക്കെ. സമരിയയിലൂടെ പോയില്ലെങ്കിൽ യോർദാൻ നദിയിലൂടെയാണ് പോകേണ്ടത്. യോർദാൻ നദിക്കരയിലൂടെ ഹെരോദ്യാവിന്റെ ടെറിറ്ററിയിലോട്ടുള്ള ആ വഴിയിലൂടെയാണ് ഗലീലയിലേക്ക് പോകേണ്ടി വരുന്നത്. അതാണ് വഴി. ഇത് സമരിയയിലൂടെ വന്നില്ലെങ്കിൽ, നമ്മളിപ്പം മാപ്പ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിളിലെ പുറകു വശത്ത് കാണുമായിരിക്കും മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആ മാപ്പ് ബൈബിളിന്റെ പുറകിൽ നമുക്ക് കാണും. അപ്പോൾ സമരയിലേക്ക് ചുറ്റി പോകണമെങ്കിൽ ഹെരോദ്യാവിന്റെ ടെറിറ്ററി ഇല്ലേ, അതിലെ കൂടെയാണ് ഗലീലയിലേക്ക് വരേണ്ടത്. അപ്പോൾ അതിലെ കൂടെ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓൾറെഡി പരീശന്മാരും ഹെരോദ്യാരും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിനെ പിടിക്കാൻ സാധ്യത ഉണ്ടെന്നുമാണ് ചിലർ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സമരയിൽ കൂടെ വന്നെന്നാണ് പറയുന്നത്. അതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ പറയുന്നത് സമരിയയിലൂടെ വരുന്ന കാരണം ചുറ്റിപ്പോകാതെ എളുപ്പത്തിന് യേശുക്രിസ്തു അതുവഴി വന്നെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് റിലവന്റ് ആയിട്ട് പറയുവാൻ കഴിയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, യേശുക്രിസ്തു താൻ തിരഞ്ഞെടുത്ത് വെച്ചിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ യേശുക്രിസ്തുവിനെ അറിയേണ്ട പലർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു സമരിയയിലൂടെ വന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ 3 റീസൺ നമ്മൾ കണ്ടു. അപ്പോൾ സമരിയയിൽ വന്നു കഴിയുമ്പോൾ സമരിയക്കാരുടെ ഈ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4-ാമത്തെയായും 5-ാമത്തെ വാക്യം. അങ്ങനെ
അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. സുഖാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ പർച്ചേസ് എന്നാണ് അർത്ഥം വരുന്നതെന്നും പറയപ്പെടുന്നു. ഇത് യാക്കോബ് യോസേഫിന് കൊടുത്ത സ്ഥലമാണെന്നും ഇവിടെ നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ച് നമ്മള് ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 18, 19 വാക്യങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 48-ാമത്തെ വാക്യം, 48-ാമത്തെ അധ്യായത്തില് 21, 22 വാക്യങ്ങളിലും ഈ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു കിണറ്റിനരികെ ഇരുന്ന് എന്ന് നമുക്ക് അവിടെ കാണുമ്പോൾ ഈ കിണറ്റിനരികെ ഇരുന്നപ്പോൾ ശിഷ്യന്മാര് യേശുക്രിസ്തു ക്ഷീണിതനായി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 6-ാമത്തെ വാക്യത്തിൽ അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. ഇപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. 6-ാം മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിയായിരിക്കും നമ്മുടെ സമയത്തിന്? ആർക്കെങ്കിലും അറിയാമോ? 12 മണി. വെരി ഗുഡ്, വെരി ഗുഡ്. 12 മണി. 12 മണി സമയം ആയിരുന്നു യേശുക്രിസ്തു ക്ഷീണിതനായിട്ട് അവിടെ ഇരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പൊ 12 മണി ആയ ഈ സമയം വളരെയധികം ക്ഷീണിതനായിട്ട് ഇരുന്ന് എന്ന് കഴിയുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവിടെ വരുമ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് യേശുക്രിസ്തു വെള്ളം ചോദിക്കുകയാണ്. വെള്ളം ചോദിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു വെള്ളം ചോദിക്കുന്ന വ്യക്തിനെ കുറിച്ച് അവിടെ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒരേ പാസേജിൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ 2 കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ക്ഷീണിതൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അപ്പോൾ മനുഷ്യത്വം യേശുക്രിസ്തുവിന് ക്ഷീണമുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ. അപ്പോൾ പിന്നെ ആ സമരിയക്കാരിയായ സ്ത്രീനോട് സംസാരിച്ച സമയത്ത് അവളുടെ ജീവിതത്തെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ക്രിസ്തു നിന്റെ ഫാമിലി ഇങ്ങനെയാണ്, നിനക്ക് ഇത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ അടുത്തുള്ളവനും ഇങ്ങനത്തെ ആളല്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സമരിയയിലുള്ള ഈ സ്ത്രീയുടെ അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും ക്രിസ്തു പറഞ്ഞെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ സമരിയയിലുള്ള ഈ സ്ത്രീന്റെ അടുത്ത് സംസാരിക്കുന്ന ഈ സമയം ലിവിങ് വാട്ടർ നിന്റെ അടുത്ത് ചോദിക്കുന്ന വ്യക്തിയുടെ എന്താണ് നിനക്ക് നീ ഇപ്പൊ വെള്ളം ചോദിക്കുന്ന ആൾ ഇന്ന ആളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വാക്യം നമുക്ക് വായിക്കാം. യേശു അവളോട് 14-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യം. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാവുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? തുടർന്ന് വായിക്കാം. സ്ത്രീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവൻ ആവുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു വെള്ളത്തിലൂടെയാണ് ഗോസ്പൽ പറയുന്നത്, അല്ലെ? വെള്ളത്തെ കുറിച്ച് സംസാരിച്ചിട്ട് അവിടെ വെള്ളത്തിൽ നിന്ന് യേശുക്രിസ്തു എന്തിനാണ് വന്നതെന്നും രക്ഷ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തു ഒരു വലിയൊരു എക്സാമ്പിൾ, പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് ഒരു വലിയൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സമരിയക്കാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ യഹൂദന്മാർ വളരെയധികം വെറുത്തിരുന്ന ഒരു കൂട്ടമായിരുന്നു സമരിയക്കാർ. സമരിയക്കാർക്ക് ആക്ച്വലി ഇവര് യഹൂദന്മാര് ചിലര് ഹാഫ് യഹൂദന്മാരും ഹാഫ് ജെന്റൈൽസും ആയിരുന്നു. ചിലര് പറയുന്നു ഇവര്
ഈ ജാതികളുടെ ഇടയിൽ അടുത്തുള്ളതുകൊണ്ട് അവരുടെ ഓരോ വർഷിപ്പ് രീതിയും ആരാധന രീതി എല്ലാം ഇടകലർന്ന് ജീവിക്കുന്നവരായിരുന്നു ഈ സമരിയക്കാർ. അതുകൊണ്ട് തന്നെ ഇവരെ വളരെയധികം യഹൂദന്മാർ വെറുത്തിരുന്നു. അപ്പോൾ മനുഷ്യർ വെറുക്കുന്ന ഈ ഈ സമരിയക്കാരെ യേശുക്രിസ്തു സ്നേഹിച്ചു. അവരുടെ ഇടയിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അതും ഈ സമരിയക്കാരിയിലെ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വളരെയധികം അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വളരെ നല്ലതൊന്നും അല്ലായിരുന്നു. എന്നിട്ട് പോലും കർത്താവ് ഈ വ്യക്തിയെ വളരെയധികം സ്നേഹിച്ചു. വളരെയധികം സ്നേഹിച്ചത് മാത്രമല്ല, അവരോട് ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് പേഴ്സണൽ ഇവാഞ്ചലിസത്തിലേക്ക് കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ 35-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇവിടെ അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം ചോദിച്ചത് ആരാണെന്നും വെള്ളത്തെ കുറിച്ച് ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് കേട്ട് വളരെ സന്തോഷം തോന്നി. എന്നെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി അവിടുത്തെ മറ്റുള്ളവരോടും സമരിയക്കാരോ എല്ലാരോടും ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആ സമയം യേശുക്രിസ്തു ഒറ്റയ്ക്കായിരുന്നു സമരിയയിൽ അവിടെ ആയിരുന്നത്. എന്നാൽ അവിടെ ആയിരുന്ന ആ സമയത്തും ശിഷ്യന്മാര് വന്നിട്ട് യേശുക്രിസ്തു ഈ സ്ത്രീയോട് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം അവർക്ക് അത്ഭുതം തോന്നി. കാരണം ഒരു റബിയും സ്ത്രീകളോട് ഒറ്റയ്ക്ക് സംസാരിക്കത്തില്ല എന്നുള്ളത് അവരുടെ രീതിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പേഴ്സണൽ ഇവാഞ്ചലിസത്തിലേക്ക് നല്ലൊരു എക്സാമ്പിൾ അവിടെ വെച്ചിരുന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ശിഷ്യന്മാര് വന്ന് ചോദിക്കുകയാണ്, ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് തന്നിരിക്കുന്ന എനിക്കുള്ള ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതാണ് എന്റെ ആഹാരം എന്ന് യേശുക്രിസ്തു അവിടെ പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വലിയൊരു ആ ഒരു ലെസൺ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തെ മാത്രം ചെയ്യുന്ന ആ ക്രിസ്തുവിനെ നമുക്ക് ശുശ്രൂഷയിൽ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന്റെ ഹിതം എന്താണെന്ന് അറിയേണ്ടത് നാം ഓരോരുത്തർക്കും ആവശ്യമാണ്. പലപ്പോഴും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം ഒരിക്കലും ചിന്തിക്കുക പോലുമില്ല. എന്നാൽ കർത്താവിന്റെ ഹിതപ്രകാരമാണ് നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. കർത്താവിന്റെ ഹിതം ഈ ലോകത്തിൽ നിറവേറാനായിട്ട് നാം കർത്താവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സമർപ്പണമുള്ളവരായി തീരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ക്രിസ്തു നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. 35-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് വരാം. 4-ാമത്തെയായി 35-ാമത്തെ വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്ന് വായിക്കണം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിനാൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ കൊയ്ത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇവാഞ്ചലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. എന്നാലും ഇവിടെ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന സമയത്ത് ഇവാഞ്ചലിസം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ച കാര്യമാണ് മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൊയ്ത്തിനെ കുറിച്ച് നമുക്കറിയാം. ലൂക്കോസ് 10-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം എല്ലാരും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. ലൂക്കോസ് 10-ാം അധ്യായം 2-ാമത്തെ വാക്യം.
കൊയ്ത്ത് വേലക്കാരോ ചുരുക്കമത്രേ. ആ കൊയ്ത്ത് വളരെയുണ്ട്. വളരെ ഉണ്ട്. വേലക്കാരോ കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരൻ. വേലക്കാരോ ചുരുക്കം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യേശുക്രിസ്തു അന്നും ഇന്നും കൊയ്ത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൊയ്ത്തിന് വേണ്ടിയിട്ട് വേലക്കാരെ നോക്കുന്ന ദൈവമാണ്. അപ്പോൾ കൊയ്ത്തിന്റെ ആ അനുഭവത്തെ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് കാര്യത്തിൽ സുവിശേഷം പറയുന്നതിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊയ്ത്തിന് ഇപ്പൊ ഒരാള് കൊയ്ത്തിന് വേണ്ടിയിട്ട് ഒരാള് വിളവിക്കുമ്പോൾ അതിനെ അറുക്കുന്നത് മറ്റൊരാളായിരിക്കും. നമ്മളത് ബൈബിളിൽ ഫുള്ള് നമുക്ക് അവിടെ പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ സ്നാപകയോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ജനങ്ങളൊക്കെയും അവരുടെ ഹൃദയത്തെ ദൈവം അതിനു വേണ്ടിയിട്ട് ഒരുക്കി. എന്നിട്ട് യേശുക്രിസ്തു വന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് ആ കൊയ്ത്തിനെ അത് അറുക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ വരുമ്പോൾ ഒരാള് അതിന് വെള്ളമൊഴിക്കുകയും ഒരാള് എന്തുവാ ചെയ്യുന്ന കൊയ്ത്തിന് നനയ്ക്കുകയും അറുക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇന്ന് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഓർക്കും മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് ഞാനും ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് വിതയ്ക്കാനായിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കൊയ്യാനായിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് നനയ്ക്കാനായിരിക്കും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏൽപ്പിച്ചത് എന്താണെന്ന് കർത്താവിന്റെ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നാം സ്പിരിച്വൽ ഗിഫ്റ്റിലോട്ട് പോകേണ്ടി വരും. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഗിഫ്റ്റ്സ് ആണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊയ്ത്തിനെ കുറിച്ചുള്ള എക്സാമ്പിൾ ആദ്യം ദൈവം ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ ദൈവം ചെയ്തു. അപ്പോൾ പറയുന്നതിന് മുമ്പ് യേശുക്രിസ്തു അവിടെ ഒരു മാതൃക വയ്ക്കുകയാണ് ചെയ്യുന്നത്. തന്റെ പ്രവർത്തനത്തില് കൊയ്ത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ യേശുക്രിസ്തു അവിടെ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പം ഹാർവെസ്റ്റ് ഈസ് ട്രൂലി ഗ്രേറ്റ്. ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ കൊയ്ത്ത് വളരെ അധികമായിരിക്കുന്നു, അതിന് വേലക്കാരോ ചുരുക്കമായിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കർത്താവ് ഓരോരുത്തരെയും ഇന്ന് കൊയ്ത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നാം ഈ ലോകക്കാരെ പോലെ ജീവിക്കുവാനായിട്ടാണ് പലപ്പോഴും നാം ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കർത്താവിന് വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ആണ് നാം ഓരോരുത്തരും. ഇവിടെ യേശുക്രിസ്തു തന്റെ കൊയ്ത്തിന്റെ ആ ഒരു എക്സാമ്പിൾ വെച്ച് യേശുക്രിസ്തുവിന് ശിഷ്യന്മാരോട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊയ്ത്തിന് ആൾക്കാർ ചുരുക്കമായിട്ട് ഇരിക്കുക കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊയ്ത്തിന് വളരെയധികം ആൾക്കാരെ അയക്കുവാനായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ലൂക്കോസ് 10-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ ഈ മത്തായി 9:37 നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം കൊയ്ത്തിന് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയും ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ചെന്ന് സുവിശേഷം പറയുവാനായിട്ടൊന്നും കഴിയുകയില്ല. എന്നാൽ ആ ദിവസത്തിന്റെ അന്നത്തെ ആ പ്ലന്റിഫുൾ ആയിട്ടുള്ള അനുഭവം ഇന്നും 21-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും നമ്മുടെ മുൻപും അത് തന്നെയാണുള്ളത്. അപ്പോൾ കർത്താവിന്റെ മക്കളായിരിക്കുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സെപ്പറേറ്റഡ് വൺസ് ആയിരിക്കുന്ന നമ്മെയും ദൈവം ഇന്നും പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ ഇവാഞ്ചലിസത്തിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരെ കുറിച്ച് നമ്മൾ കണ്ടു. ഓരോ പേഴ്സണും യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ഓരോ വ്യക്തികളിലും ഓരോ സ്പെസിഫിക് ആയിട്ട് പല രീതിയിലാണ് പ്രവർത്തിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം രക്ഷയുടെ അനുഭവം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളെ കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ യേശുക്രിസ്തു സംസാരിച്ച ആ മാതൃകയെ നമുക്ക് ഇന്ന് നോക്കാം. ഇന്ന് സമരിയയിൽ വന്ന് പ്രവർത്തിച്ചത് കാണുമ്പോൾ അവിടെ പ്രവർത്തിച്ച സമയത്ത് അവിടെ ഉള്ളവര് ഈ സ്ത്രീയിലൂടെ പലരും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ 2 ദിവസം യേശുക്രിസ്തു അവിടെ താമസിച്ച് അവരോട് സുവിശേഷം പറഞ്ഞത് കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയിലൂടെ അവിടെ ഒത്തിരി പേര് കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്ന പലരും
നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ഒരു ബുക്കിൽ ഇപ്രകാരം വായിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ ചിലപ്പം ബസ്സിലൊക്കെ കടന്നു പോകുമ്പോൾ സുവിശേഷം പറയുമ്പോൾ അവരൊക്കെ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്റ്റാർ ആയിട്ട് തീർച്ചയായിട്ടും അവരവിടെ കാണും. തീർച്ചയായിട്ടും നമ്മുടെ കിരീടത്തിൽ സ്റ്റാർ ആയിരിക്കും. അത് അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം ഒരു എഴുത്തുകാരനെ എഴുതിയത് വായിക്കുവാനായിട്ട് ഇടയായി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പലരും നിങ്ങൾ അന്ന് സുവിശേഷം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്ന പലരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കാണണമെങ്കിൽ നാം മറ്റുള്ളവരോട് സുവിശേഷം പറയണം. പറഞ്ഞാൽ മാത്രമേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർ നമുക്ക് സ്റ്റാർ അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിനായിട്ടാണല്ലോ ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഇതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ വലിയൊരു മാതൃകയാണ് നമുക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിട്ട് പോയിട്ടുള്ളത്. മറ്റുള്ളവരോട് സുവിശേഷം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പേഴ്സണൽ ആയിട്ട് നാം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇതുവരെയും നാം അതിനെ കുറിച്ചുള്ള സീരിയസ്നെസ് നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് വീണ്ടും യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ എന്നെയും ചേർത്താണ് പറയുന്നത്. നാം ആരാഞ്ഞു നോക്കാം. ക്രിസ്തുവിന്റെ ആ മിനിസ്ട്രിയില് നാം മിനിസ്ട്രിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കർത്താവെ എന്റെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രവർത്തനം ഞാൻ എങ്ങനെയാണ് ചെയ്യുവാൻ ഞാൻ റെഡി ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ ചിന്തിച്ചു നോക്കാം. ക്രിസ്തു ഇവിടെ വലിയൊരു മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ട്. ഈ സമരിയക്കാരിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കുവാനായിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ പഠിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇത് നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലിസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനത്തിൽ യെരുശലേമിലും അതുപോലെ തന്നെ സമരിയാവിലും ചെന്ന് പ്രവർത്തിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കർത്താവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശോഭിക്കുവാനായിട്ട് ദൈവം നാം ഓരോരുത്തർക്കും കൃപ ചെയ്യുമാറാകട്ടെ. അതിനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. ഇനി ഞാൻ അടുത്ത ടോപ്പിക് എടുക്കുവാണെങ്കിൽ സമയം ഇപ്പം അതുകൊണ്ടാണ് നിർത്തുന്നത്. ഇന്നത്തെ ഹോംവർക്ക് യോഹന്നാൻ 3-ാം അധ്യായം 4-ാം അധ്യായം വായിച്ചിട്ട് സമരിയക്കാരി സ്ത്രീയുടെയും നിക്കോദോമസിനെയും കുറിച്ചുള്ള ഡിഫറൻസ് എഴുതണം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഒന്നുമില്ല, നിങ്ങൾ വായിക്കണം. അത് മാത്രമുള്ള എന്റെ ആഗ്രഹം. വായിച്ചിട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. സമരിയക്കാരി വന്നിട്ട് സ്ത്രീ ആയിരുന്നു, നിക്കോദോമസ് വന്ന് പുരുഷനായിരുന്നു. പിന്നെ നിക്കോദോമസ് വന്നിട്ട് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ടീച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സമരിയക്കാരുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് അത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആക്ച്വലി ഞാൻ 2 ഹോംവർക്കാണ് പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് ഓർത്തത്, പക്ഷെ വേണ്ട, ഒരെണ്ണം മതി ഓർത്തു. വേറെ ഒന്ന് സമരിയായെ കുറിച്ച് അല്ലെങ്കിൽ സമരിയായെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ സമരിയ എങ്ങനെയാണ് ഉണ്ടായത്, സമരിയക്കാരെ എങ്ങനെയാണ് അവര് വന്നത് കൂടെ തരണമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് സമരിയയെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാത്തത്. പക്ഷെ അത്രയൊക്കെ തന്നു കഴിഞ്ഞാൽ ആന്റിമാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സമരിയക്കാരനെ കുറിച്ച് നമുക്ക് ഞാൻ തരുന്നില്ല. ഈ 3-ാം അധ്യായം 4-ാമത്തെ അധ്യായം വായിച്ചിട്ട് അതിന്റെ ഡിഫറൻസ്, നിക്കോദോമസിനും സമരിയക്കാരിയായ സ്ത്രീയുടെ ഉള്ള ഡിഫറൻസ് നമുക്ക് ഒത്തിരി എടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പം ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ ഡിഫറെന്റ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതിൽ ഓൾറെഡി 2 ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നിക്കോദോമസിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല, അവസാനമേ വരുന്നുള്ളൂ. പക്ഷെ സമരിയക്കാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവളിലൂടെ ഒത്തിരി പേര് യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ 2 ചാപ്റ്റർ വായിക്കുമ്പോൾ ഡിഫറൻസ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്തോ അങ്ങനെ അങ്ങ് പറഞ്ഞു എല്ലാം പറഞ്ഞാൽ മതി. ഇപ്പൊ 3 കിട്ടി. 3 കിട്ടി. അത് എല്ലാം പറഞ്ഞ പിന്നെ അത് ഹോംവർക്ക് ആകത്തില്ലല്ലോ, അല്ലെങ്കിൽ അസൈൻമെന്റ് ആകത്തില്ലല്ലോ. അതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ആന്റിമാര് ഒക്കെ വായിച്ചു നോക്കിയാൽ കൂടുതലും കിട്ടുമായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് പറയാം.
ഇവിടെ നിക്കോദിമസ് ഇൻവോൾവ് ആയ ഗ്രൂപ്പിന്റെ പേരൊന്ന് സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? ആ പറയാമേ. സബൂറ. ചബൂറ, CHABURAH. ഒന്നും കൂടെ. CHABURAH. ഓക്കെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ പറഞ്ഞ അവരെ സെപ്പറേറ്റഡ്, അതായത് ഫാരസീസിന് സെപ്പറേറ്റഡ് വൺസ് ആണല്ലോ. അപ്പം ഫാരസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം ഈ 400 വർഷം ആ സമയത്താണല്ലോ ഈ ഫാരസീസ് ഒക്കെ ഉണ്ടായത്, അല്ലെ? അപ്പോൾ ഫാരസീസിലും ഓൾമോസ്റ്റ് 7 ടൈപ്സ് ഓഫ് ഫാരസീസ് ഉണ്ടെന്നാ പറയുന്നത്. 7 ടൈപ്സ് എന്ന് ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? 7 രീതിയിലുള്ള ഫാരസീസ്. ഇല്ല. 7 രീതിയിലുള്ള ഫാരസീസ് ഉണ്ട്. അതിന്റെ ഓർഡർ ഞാൻ തരാം എക്സാക്ട്ലി. പക്ഷെ എനിക്ക് 2-3 ടൈപ്പ് എനിക്ക് നോക്കാതെ അറിയാം. അതായത് ഒന്ന് ക്ലിയർ ആയിട്ട് വചനപ്രകാരം ജീവിക്കുന്ന ഈ ഫാരസീസ്. മറ്റൊന്ന് ബ്ലീഡിങ് പാരസീസ് എന്ന് പറയും. ബ്ലീഡിങ് പാരസീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവര് ഇങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ സ്ത്രീകളെ നോക്കത്തില്ല. സ്ത്രീകളെ നോക്കാതെ ഇവര് കുനിഞ്ഞു തന്നെ ഇങ്ങനെ നടക്കുമ്പോ എവിടെയെങ്കിലും പോയി ഇടിക്കുമ്പം തലയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചോരയൊക്കെ എപ്പോഴും ചോര വരുന്നത് കൊണ്ട് അവരെ ബ്ലീഡിങ് ഫാരസീസ് എന്ന് പറയും. അങ്ങനെ കുറെ 7 രീതിയിലുള്ള ഫാരസീസ് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ അതിന്റെ ഓർഡർ എന്റെ കയ്യിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാമേ. അപ്പൊ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഈ ഫാരസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും. കാരണം അവര് ഈ ചന്തയിലൊക്കെ ഭാര്യമാരെയൊക്കെ നോക്കുവാണെങ്കിൽ ചിരിക്കത്തില്ല, മിണ്ടത്തില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഈ യഹൂദന്മാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഫാരസീസ്. പിന്നെ ഈ ഫാരസീസ് എന്ന് പറയുമ്പോൾ അതിന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ വചനം പ്രമാണിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ് ഫാരസീസ്, അങ്ങനെ കുറെ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ഞാൻ മനപ്പാടായിട്ട് പഠിച്ച് എക്സാം ഒക്കെ എഴുതിയതാണ്, ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഇത് പറയാമേ. അപ്പോൾ ഈ ഫാരസീസ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വളരെയധികം അവരെ ശാസിച്ചത് കൊണ്ട് നമ്മളൊക്കെ ഓർക്കുന്നത് ഇവരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരെന്നാ ഓർക്കുന്നത്. പക്ഷെ മോശമായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ വചനത്തെ തെറ്റായിട്ട് തെറ്റിദ്ധരിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ നല്ല ആൾക്കാരും ഫാരസീസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ സെപ്പറേറ്റഡ് ഓൺസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചബൂറ എന്ന ഗ്രൂപ്പിലെ ഒരു വ്യക്തിയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? സുഖാറിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. എന്തോ? സുഖാർ. സികെഎം ഇല്ലേ? സികെഎം നമ്മള് പഴയ നിയമത്തില് സികെഎം അതാണ്. പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് പഴയ നിയമത്തിലെ സികെഎം ആണ് ഈ സുഖാർ എന്ന് പറയുന്നത്. എന്തോ? ഉൽപ്പത്തി 33 വരുന്ന. പിന്നെ ഈ സമരിയക്കാരനെ കുറിച്ച് പറയുമ്പോൾ സമറിയക്കാര് യഹൂദന്മാരും ജാതികളും ചേർന്നതാണ്. ജാതികളും ചേർന്നവരാണ്. പിന്നെ അസീരിയക്കാര് വന്നപ്പോൾ ബാബിലോണിയക്കാരും അങ്ങനെ കുറെ ആൾക്കാർ ചേർന്നിട്ടുള്ള ഇതാണ്. 2 രാജാക്കന്മാർ 17 24 വാക്യം വായിക്കാം നമുക്ക്. 2 രാജാക്കന്മാർ 17-24. എടുത്തോ? 2 രാജാക്കന്മാർ 17-24. 17-24. അശൂർ രാജാവ് ബാബേൽ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം
ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ആ അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ആ ഇവരവിടെ താമസിച്ചു. ഈ ബാബിലോണിൽ അവര് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? കുറെ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് സമരിയയിൽ കൊണ്ട് അവരെ താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ക്യാപ്റ്റീവ് ആയിട്ട് പോകാത്തവരുണ്ടല്ലോ. അപ്പൊ അവര് ചേർന്ന് ഇന്റർമാരീഡ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അവരുടെ ഡിസെൻഡൻസ് ആയിട്ട് വരുന്നവരാണ് ഈ സമരിയക്കാര്. ആക്ച്വലി അവിടുത്തെ ഇസ്രയേൽ നമ്മൾ ഈ യുണൈറ്റഡ് അല്ല ഡിവൈഡഡ് കിങ്ഡം ഇല്ലേ, യൂത പിന്നെ ഇപ്പുറത്ത് ഇസ്രായേലിന് വന്നു കഴിയുമ്പോൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്നു സമരിയ. നമ്മളത് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ തലസ്ഥാനം സമരിയ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഈ ക്യാപ്റ്റീവായിട്ട് ബാബിലോണിലോട്ട് 70 വർഷം കൊണ്ടുപോയ ആ സമയത്ത് ഈ അസിറിയയിലെ രാജാവ് അത് BC 722 സംഭവിച്ചതാണ് ഇത്. അപ്പൊ BC 722 ഈ ജാതികളെയൊക്കെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചിലരൊക്കെ ക്യാപ്റ്റീവായിട്ട് പോകാത്തവരെല്ലാം ഇവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഡിസെൻഡൻസ് ആയിട്ട് വരുന്നവർ, അപ്പൊ ഈ ജാതികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഹീതൻ പ്രാക്ടീസസ്, അവരുടെ ദൈവത്തെ കുറിച്ചുള്ള പ്രാക്ടീസും അവരുടെ കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവര് യഹൂദന്മാരല്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർക്ക് ഇവരെ ഇഷ്ടമില്ലാതിരുന്നത്. മനസ്സിലായ? അപ്പൊ അതാണ് ഇവരുടെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട്. ആദ്യം തുടങ്ങുന്നത് BC 722. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂതയും പിന്നെ സദേൺ കിങ്ഡം ഒക്കെ ക്യാപ്റ്റീവിൽ പോയി കഴിഞ്ഞപ്പോൾ 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവർക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ അവരവിടെ ഒരു ഗ്രൂപ്പായിട്ട് അവിടെ താമസിക്കുകയാണ് ചെയ്തത്. അവർ പിന്നീട് അങ്ങോട്ട് പോയൊന്നുമില്ല. അതങ്ങനെ ഓരോ തലമുറകൾ കഴിഞ്ഞ് അങ്ങനെ ആയിത്തീർന്നുകൊണ്ടാണ് ഇങ്ങനെ സമരിയക്കാര് അവർക്ക് ഇഷ്ടമില്ലാതിരുന്നവരും ഇങ്ങോട്ടും അങ്ങോട്ടും പോകാതെ അവരെ കല്യാണം കഴിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാതിരുന്നവരാണ് അവര്. പിന്നെ അവര് ബൈബിളിലെ എല്ലാ ഭാഗവും ഒന്നും വിശ്വസിക്കുന്നവരല്ലായിരുന്നു. അവര് അവിടെ യാക്കോബിന്റെ കിണർ എന്നൊക്കെ പറയുന്നില്ലേ, യാക്കോബിനെ കുറിച്ചൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവരെന്താണ് വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ച് ആ സമരക്കാരി സ്ത്രീ അവിടെ യേശുക്രിസ്തുവിനോട് പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 4-ാം അധ്യായത്തില് അല്ലെ, സമരക്കാർ അതാണ് വിശ്വസിക്കുന്നത്. അപ്പോ അവര് യഹൂദന്മാരെക്കാൾ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിടി കിട്ടിയോ ആന്റി? ഇനി എന്തേലും പറയണോ? ഇനി CKM-നെ കുറിച്ച് പറയണോ? വേണ്ട. അവര് മതപരമായിട്ടും ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർക്ക് അവരെ ഇഷ്ടമില്ലാതിരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും സജഷനോ? വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഹോംവർക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ പിന്നെയും പുതിയ നിയമം നമ്മൾ വായിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം ഒരുമിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ ഒരു മാറ്റം വരുത്തുന്ന ഒരു ക്ലാസ് ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്ര നേരം പേഷ്യന്റ് ആയിട്ടിരുന്ന് കേട്ട് പഠിച്ച എല്ലാ ആന്റിമാർക്കും സഹോദരിമാർക്കും പ്രത്യേക നന്ദി. തുടർന്നും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ വീസിങ്ങിന്റെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, എന്നാലും ദൈവം ഇത്രത്തോളം സഹായിച്ചു. പിന്നെ എന്റെ മാതാവിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. വ്യാഴാഴ്ചയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. നാളെ ഇവിടെ നിന്നും പോവാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ പോകണം. നാളെ എങ്ങനെയാണെന്നറിയില്ല, ഇലക്ഷന്റെ ഇതൊക്കെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും പിന്നെ ബുധനാഴ്ച പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് അഡ്മിറ്റ് ആകണം. പ്രത്യേകം പ്രാർത്ഥിക്കണം. പിള്ളേരെയും ഇവിടെ എല്ലാരെയും വിട്ടിട്ടാണ് പോകുന്നത്. അവർക്ക് മൺഡേ സ്കൂൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രത്യേക ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണേ. താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിന്റെ അതിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെയാ കാണുന്നത്. സ്ത്രീ പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും
അവനിൽ വിശ്വസിച്ചു. ഇന്ന് കേട്ട ആ ക്ലാസ്സിനോടനുബന്ധിച്ച് പെട്ടെന്ന് ആ ഒരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് നോട്ട് ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ആ സംഭാഷണത്തിന് ശേഷം അവിടെ ഒത്തിരി കാര്യങ്ങൾ അവർ തമ്മിൽ അന്യോന്യം സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവള് എല്ലാവരോടും പോയി ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. അത് നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനോട് യാചിക്കണം. അപ്പോൾ തന്നെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറണം, സുവിശേഷം അറിയിക്കണം. എത്രയോ നല്ല അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ്, ഗൈഡൻസ് ആണ് ഇന്ന് രാത്രിയിലും നമുക്ക് ലഭിച്ചത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സുനിജിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ മകളെ ദൈവം കൂടുതലായിട്ട് ബലപ്പെടുത്തട്ടെ. ഈ 2 ദിവസത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് തീരെ വയ്യ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പാതി കേട്ടു പാതി കേട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നിന്നു. കാരണം എന്നാ ചോദിച്ചാൽ ക്ലാസ് മുടക്കാൻ പറ്റത്തില്ല, ക്ലാസ് നടന്നേ ഒക്കത്തുള്ളൂ. പിന്നെ അവളെ ഒത്തിരി വിഷമിപ്പിക്കാനും പോയില്ല. പക്ഷെ പ്രാർത്ഥിച്ചു, ദൈവം അവൾക്ക് വലിയ ആശ്വാസം കൊടുത്തു. തുടർന്ന് സുനിജയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച പ്രിയ മാതാവിന്റെ ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണ്. നാളെ രാവിലെ സുനിജയ്ക്ക് പോകണം. സുനിജയുടെ കുഞ്ഞുങ്ങളുടെ സ്കൂള് തിങ്കളാഴ്ചയാണ് ഓപ്പൺ ചെയ്യുന്നത്. അവർ ചെന്നൈയിലാണല്ലോ. ദൈവം അവരെ സഹായിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കൂടി വന്നവരെ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ ദേവശാന്തി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സഖ്യ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് അടികളോട്ട് നാമത്തെ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അല്പസമയം അവിടുത്തെ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ തൊക്കണം അടിയങ്ങളെ ബലപ്പെടുത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ കൂടി വന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ സുനിജയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ മകൾക്ക് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഇന്ന് ക്ലാസ് എടുക്കുവാൻ തൊക്കണം പ്രിയ മകളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് കർത്താവേ. ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് അത് പഠിച്ച് കർത്താവെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം പ്രിയ മകളെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഇങ്ങനെയുള്ള അനേകം സഹോദരിമാരെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അവിടുന്ന് പ്രിയ മകളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവൾ കടന്നു പോകുന്ന അവസ്ഥയെല്ലാം കർത്താവ് അറിയുന്നല്ലോ. നാളെ മാതാവിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടതുകൊണ്ട് കർത്താവ് പ്രിയ മകളെ ബലപ്പെടുത്തണമേ, യാത്ര ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. വ്യാഴാഴ്ച മാതാവിന്റെ ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നു കർത്താവെ. ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ആവശ്യമായ എല്ലാ വിശ്രമവും കൊടുക്കണമേ. സൗഖ്യത്തോടും ആരോഗ്യത്തോടും കൂടി മാതാവായിരിക്കുന്നു കേൾക്കുവാൻ ഇടയാക്കണമേ. സുനിജയ്ക്കും ആവശ്യമായ കൃപ കൊടുക്കണമേ. വീസിങ്ങിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ മധ്യത്തിൽ കർത്താവ് പ്രിയ മകളെ സഹായിക്കണേ. കുഞ്ഞുങ്ങളുടെ സ്കൂൾ തുറക്കുകയാണ് കർത്താവ്. പ്രിയ മക്കളെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ പ്രിയ സഹോദരനെ ആക്കിയിട്ട് നാട്ടിലേക്ക് പോരുമ്പോൾ അവിടുത്തെ കാവലും കൃപയും ഉണ്ടായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേകം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അതിൽ നടക്കുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾക്കൊക്കെ ആ ശുശ്രൂഷകൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാനിടയാകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആണെങ്കിലും കർത്താവേ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടി വിചിന്തനം ചെയ്യുവാൻ തൊക്കണം ഇടയാക്കിയുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ എത്രമാത്രം കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ കർത്താവെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ കർത്താവെ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളുടെ ക്രൗണില് എത്ര സ്റ്റാർസ് കാണുമെന്ന് ചിന്തിക്കുവാൻ തക്കണം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ കർത്താവ് തരുന്ന അവസരങ്ങൾ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവെ. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മുൻപിൽ എത്ര നാളുകൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇതിന്റെ മധ്യത്തിൽ കർത്താവെ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തയോടുകൂടി ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകൾ കർത്താവ് ചെയ്യുവാൻ തൊക്കണം കർത്താവ് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അഡ്മിൻസ് ആയിട്ടുള്ള ഓരോരുത്തർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നില്ല. അവർക്ക് ആവശ്യമായ കൃപ കൊടുക്കണമേ. നാളെ
ഹിന്ദി ഗ്രൂപ്പില് മെസ്സേജ് പറയുവാനുണ്ട്. പ്രിയമകളെ ബലപ്പെടുത്തണമേ കർത്താവെ. 5-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ മന്ത്ലി മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിക്കുന്ന ഗ്രേസി ജോൺസൺ സിസ്റ്ററിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൾക്കും കർത്താവ് വചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തൊക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ പാദപീഠത്തിലിരുന്ന് ഞങ്ങളുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. ഞങ്ങൾ ഈ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവെ, ഈ വചനം പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവെ വചനം പഠിപ്പിക്കുന്ന പ്രിയമകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചിരുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവിന്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ആന്റി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ക്ലിപ്പ് തന്നില്ല. ഞാനത് ഈ ദിവസങ്ങളിൽ തരാം. എന്നോട് ആരൊക്കെ ചോദിച്ചായിരുന്നു, പക്ഷെ ഞാനിന്നൊരു ട്രാവലിംഗിലായിരുന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ആഴ്ച തന്നെ തരാം, ഈ 2 ദിവസത്തിനുള്ളിൽ തരാം. ഓക്കെ. ചാർലി ആന്റി, നാളത്തെ മീറ്റിംഗിന്റെ നാളെ കഴിഞ്ഞുള്ള മീറ്റിംഗിന് പ്രോഗ്രാം ഷീറ്റ് ഞാൻ തയ്യാറാക്കി തരാമേ. ഓക്കെ. അപ്പൊ ശരി, നമുക്ക് പോകാം. ഓക്കെ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഗുഡ് നൈറ്റ്.